ഗൈസ് വെൽക്കം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 30 ചാർട്ട്സിലെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ കാര്യം. നിങ്ങൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് മുമ്പേ ഉള്ള 4-5 വീഡിയോസ് കണ്ടു നോക്കുക. അത് കണ്ടാൽ മാത്രം പോരാ, അതിനകത്തുള്ള കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ഫൗണ്ടേഷൻ ഉണ്ടാവും. ഈ സിസ്റ്റം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നമ്മുടെ ഈ കോർ ട്രേഡിംഗ് കോഴ്സിൽ കൂടി ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഈ സിസ്റ്റം ഞാൻ പാർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന കാലം മുതൽ ഞാൻ വളരെ സക്സസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. വളരെ സിമ്പിളാണ്. ബട്ട് ഇതിൻ്റെ കോർ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും എക്സ്പേർട്ട് ആയിരിക്കണം. അത് എക്സ്പേർട്ട് ആവുക എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ചാർട്ടിൽ കൂടി പോയാൽ മാത്രമേ നമുക്കത് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്താൻ പറ്റൂ. അങ്ങനെ എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പറയുന്ന കാര്യങ്ങൾ ടോപ്പ് സീക്രട്ടൊന്നും ആയിരിക്കില്ല, ബട്ട് അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന ട്രെൻഡ്, മാർക്കറ്റ് സ്ട്രക്ചർ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്ലുവൻ്റ് ആയിരിക്കണം. സോ നമ്മൾ കഴിഞ്ഞ വീക്കിൽ എന്താ പറഞ്ഞത്, ഒരു ഏരിയ അത് സൈഡ് വൈസ് ആണെങ്കിൽ നമ്മളൊരു ഡ്രോ ചെയ്യുന്നു, ഒരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുന്നു. അത് ട്രെൻഡിങ് ഉണ്ടാകുന്ന സമയത്ത് ഹയർ ഹൈ ഹയർ ലോ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചെയ്ത് നോക്കിയവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പല സമയത്തും റെക്റ്റാങ്കിളിന് ശേഷം നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ട്രെൻഡ് കിട്ടുന്നുണ്ടാവും. അത് ചിലപ്പോൾ ചെറുതായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം, ചിലപ്പോൾ എത്രയോ ഇയേഴ്സ് നീണ്ടു നിൽക്കുന്നതായിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി അത് ഉണ്ട്, റൈറ്റ്? ദാറ്റ് മീൻസ് ഒരു റേഞ്ചിന് ശേഷം ഒരു ട്രെൻഡ്, അതുപോലെ ഒരു ട്രെൻഡിന് ശേഷം ഒരു റേഞ്ച് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. കമ്പാരിറ്റീവ്ലി കാരണം പല സമയത്തും വോളറ്റൈൽ മാർക്കറ്റ് ആണെങ്കിൽ എക്സാക്ട്ലി റേഞ്ചിൻ്റെ രണ്ട് സൈഡും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു എന്ന് വരില്ല. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയേക്കാം, ഈ രീതിയിലൊക്കെ ആവാം. അങ്ങനെ വോളറ്റിലിറ്റി കൂടുതലുള്ള സമയമായിരിക്കും പൊതുവേ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ട്രെൻഡ് എന്ന് പറയുന്നത് നോർമലി സ്മൂത്ത് ആയിട്ടായിരിക്കും മുകളിലേക്ക് പോവുക. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് പറയാം. മാർക്കറ്റിൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ബട്ട് ഒരിക്കലും ഒരു മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയില്ല. ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്. അതിന് വരെ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകുന്നു, ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും റെസ്റ്റ് എടുക്കുന്നു. ഇങ്ങനെയാണ് മാർക്കറ്റ് മുകളിലേക്ക്, അതായത് പോയിൻറ്റ് എയിൽ നിന്ന് പോയിൻറ്റ് ബിയിലേക്ക് മാർക്കറ്റിന് പോകണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ രീതിയിലായിരിക്കും മൂവ് ചെയ്യുക. മാർക്കറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഏത് സ്റ്റോക്കാണോ അതിനെക്കുറിച്ചാണ്, അല്ലാതെ ഹോൾ മാർക്കറ്റിനെ കുറിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ HDFC ബാങ്ക് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോർമലി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ HDFC ബാങ്കാണ്. ഇത് നമുക്ക് കാണാം, ഒരു പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ഉണ്ടാക്കിയൊരു പോയിൻറ്റ്, ഈ പോയിൻറ്റിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ നമുക്കിതിനെ ഒരു ഹൈ എന്ന് പറയാം. ഒരു ഹൈ ഉണ്ടാക്കി മാർക്കറ്റ്, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലോ ഉണ്ടാക്കി. ഇതിനെ നമ്മളൊരു സ്വിംഗ് ലോ എന്ന് പറയും. ഇതൊരു സ്വിംഗ് ഹൈ, അതിനുശേഷം ഇവിടെ ഒരു സ്വിംഗ് ലോ. ബട്ട് ഈ ലോയുടെ പ്രത്യേകത എന്താ? അത് ഈ ലെവലിനേക്കാളും മുകളിലായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊരു ഹയർ ലോ എന്ന് പറയാം. അതായത് പ്രീവിയസ് ലോയിനേക്കാളും ഹൈ ഉള്ളൊരു ലോ ആണെങ്കിൽ അതിനെ നമുക്ക് ഹയർ ലോ എന്ന് പറയാം. ഇനി ഈ ഒരു ഹൈ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി. ബട്ട് ഈ ഹൈയുടെ പ്രത്യേകത എന്താ? ഈ ഹൈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഹൈ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മളിതിനെ ഹയർ ഹൈ എന്ന് പറയും. ഇത് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ്, ബേസിക് ട്രെൻഡിൻ്റെ പ്രിൻസിപ്പിളാണ്. അതുപോലെ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലോയേക്കാളും മുകളിലാണ് ഈ ലോ എന്നുള്ളത് കൊണ്ട് നമുക്കിതിനെ ഹയർ ലോ എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് മാർക്കറ്റിൽ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിൽ ഒരു സീക്വൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു അപ് ട്രെൻഡ് എന്ന് പറയും. ഇനി മാർക്കറ്റ് പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക് പോകുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി പോയില്ല, അതിന് പകരം ഈ രീതിയിലാണ് മാർക്കറ്റ് പോവുക. അപ്പോൾ ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി താഴേക്ക് വന്നു, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, ഈ ലോയേക്കാളും താഴെയാണ്, അതുകൊണ്ട് നമ്മളിതിനെ ലോവർ ലോ എന്ന് പറയും. അതുപോലെ ഈ ഹൈ ഉണ്ടാക്കിയതിനേക്കാളും താഴെ ഇവിടെ വേറൊരു ഹൈ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിനെ ലോവർ ഹൈ എന്ന് പറയും. ഇത് പുതിയൊരു ലോ ആണ്, ഈ ലോയേക്കാളും താഴെ ആയതുകൊണ്ട് ഇതിനെ വീണ്ടും ലോവർ ലോ എന്ന് പറയും. ഇതിനെ നമ്മൾ ലോവർ ഹൈ എന്ന് പറയും. സോ ഈ ഒരു സംഭവം നമുക്കിതെല്ലാവർക്കും അറിയാം. ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ ഇൻഫാക്റ്റ് ലേൺ ചെയ്ത സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ബട്ട് ഒരിക്കലും ഇത് മാർക്കറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലെത്തുമ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇത് ബേസിക് അല്ലേ, അപ്പോൾ നമ്മൾ അതിലേക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ചാർട്ടിൽ കാണിച്ചാൽ എങ്ങനെയാണ് നമുക്കിത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ സീക്വൻസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രീതിയിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ലോയും ഹൈയും
ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഹയർ ഹൈ ഹയർ ലോ എന്ന് പറയാനൊന്നുമില്ല. ചിലപ്പോൾ സെയിം ആയിരിക്കും, ചിലപ്പോൾ മുകളിലേക്ക് കുറച്ച് പോയിട്ടുണ്ടാകും, ചിലപ്പോൾ താഴേക്ക് കുറച്ച് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ താഴെ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മുകളിൽ ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് കാണാം ഇവിടെ, റൈറ്റ്? ഈ രീതിയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളതിന് എന്താ പറയുക, അതൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. അപ്പ് ട്രെൻഡും അല്ല ഡൗൺ ട്രെൻഡും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളോട് ഡൗൺ ട്രെൻഡും അപ്പ് ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയാണെന്നാണ് ഉള്ളത്. ബട്ട് പ്രാക്ടിക്കലി ഇങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. ഒരു മാർക്കറ്റിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. മാർക്കറ്റിൽ എപ്പോഴും ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഒരു ഹൈ ഉണ്ടാക്കി താഴേക്ക് വന്നു, ഒരു ലോ ഉണ്ടാക്കി മുകളിലേക്ക് പോയി, ചിലപ്പോൾ അത് ഇതേ ലോ ഒന്ന് താഴേക്ക് വന്നു, കുറച്ച് താഴേക്ക് വന്ന് ലോ ഉണ്ടാക്കി മുകളിലേക്ക് പോയി. ഈ രീതിയിലൊക്കെ ആയിരിക്കും ആക്ച്വലി ട്രെൻഡ് ഉണ്ടാവുക. സോ നമ്മൾ ഈ തിയററ്റിക്കലായിട്ട് പഠിക്കുന്ന കറക്റ്റ് എക്സാക്റ്റ്ലി ഒരു ഹയർ ഹൈ, അതിന് ശേഷം ഒരു ഹയർ ഹൈ, ഒരു ലോ, ആ ലോ ബ്രേക്ക് ചെയ്യാനേ പാടില്ല, എന്നാൽ മാത്രമേ അത് നമുക്കൊരു അപ്പ് ട്രെൻഡായിട്ട് പരിഗണിക്കാൻ പറ്റൂ. ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഹൈ ഉണ്ടാക്കി താഴേക്ക് വന്നു. ശരിക്കും ഈ ലോ ഇത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് റേഞ്ച് ബൗണ്ടായി നിന്ന് ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി. പക്ഷേ ഈ ലോ നമുക്ക് കാണാൻ പറ്റും ഈ ലോയേക്കാളും താഴെയാണ്. ദാറ്റ് മീൻസ് ഇതൊരു ഹയർ ലോ ആണ്, ഇതൊരു ഹയർ ലോ ആണ്, ഇതൊരു ഹയർ ഹൈ ആണ്, ഇതൊരു ഹയർ ഹൈ ആണ്, ഇത് ഒരു ഹയർ ലോ ആണ്. ഈ ലോ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പോലും പ്രീവിയസ് ലോ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഹയർ ലോ ആണ്. നോർമലി ഇങ്ങനെയാണ് ട്രെൻഡ് ഉണ്ടാവുക. കാരണം പ്രാക്ടിക്കലി ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ തിയററ്റിക്കൽ സ്റ്റൈലിൽ ഒരിക്കലും ട്രെൻഡ് ഉണ്ടാവില്ല. സോ നമുക്ക് ആദ്യം ഇത് ചാർട്ടിൽ നോക്കാം. കുറച്ച് നോക്കിയതിന് ശേഷം ഈ ട്രെൻഡിനെ നമുക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയാം. പ്രാക്ടിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വരച്ച ഏതെങ്കിലും ചാർട്ട് ഉണ്ടെങ്കിൽ ആ ചാർട്ട് എടുക്കുക, അതിനകത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ JSW സ്റ്റീലിൻ്റെ ഒരു ചാർട്ട് നോക്കാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, റൈറ്റ്? സംശയമൊന്നുമില്ല, മാർക്കറ്റ് സൈഡ് വൈസ് ആണ് ഈ ഒരു ലെവലിൽ നിന്ന്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എല്ലാ ട്രെൻഡും റേഞ്ച് മാർക്കറ്റും, അതായത് ട്രേഡിംഗ് റേഞ്ചും ട്രെൻഡും തമ്മിലുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും. അതായത് എപ്പോഴാണ് ട്രെൻഡ് തുടങ്ങിയത് അതൊരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. അതുപോലെ എപ്പോഴാണ് ഒരു ട്രെൻഡ് അവസാനിക്കുന്നത് അതൊരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. സോ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്സർവേഷൻ സ്കില്ലാണ്. ഈ ലെവലിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ലോ ഉണ്ടാക്കി, ഇവിടെ ഒരു സെയിം ഹൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, റൈറ്റ്? ഇവിടെ ഉണ്ടാക്കിയതൊരു ഹയർ ലോ ആണ്, ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കി. സോ ഇതൊരു ഹൈ, ഇതൊരു ഹയർ ഹൈ, അതുപോലെ ഇതൊരു ലോ, ഇതൊരു ഹയർ ലോ. ഇതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റ് ഈസ് ട്രെൻഡിങ് അപ്പ്. സോ ഈ ഒരു സീക്വൻസ് കുറച്ച് സമയം തുടർന്നു. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് എനി മോർ ഹയർ ലോസ്, ബട്ട് സെയിം ലോ ആണ് ആക്കിയത്. അതുപോലെ ഇവിടെ അത് വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കുന്നില്ല, അതിന് പകരം സെയിം ഹൈ ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഹൈ, ഇത് സെയിം ഹൈ. ഇത് നിങ്ങൾ ഒരുപാട് ചാർട്ടിൽ ഈ രീതിയിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ഒരു വർഷത്തെ ചാർട്ട് എടുത്ത് ഇഷ്ടമുള്ള ചാർട്ടിൽ നിങ്ങളിത് ഡ്രോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ലോവർ ഹൈ അല്ലെങ്കിൽ ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, അതുപോലെ റേഞ്ച് വരുന്ന സമയത്ത് സെയിം ഹൈ, സെയിം ലോ. വീണ്ടും നമുക്കിവിടെ കാണാൻ പറ്റും ഈ റേഞ്ചിൽ നിന്ന് ഇത് മാർക്കറ്റ് സ്ലൈറ്റ്ലി ട്രാൻസിഷൻ ചെയ്യുകയാണ്. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ സെയിം ഹൈ അല്ല, ലോവർ ഹൈ ആണ്. ഇത് ഈ ലോയേക്കാളും താഴ്ന്ന ലോ ആണ്, അപ്പോൾ ഇത് ലോവർ ലോ ആണ്. ഇത് വീണ്ടും ലോവർ ലോ ആണ്. ഇത് ഇവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ഒരു സ്വിങ് ആക്കിയിട്ടില്ല ഇതുവരെ, ആക്കുവാണെങ്കിൽ ഇതൊരു ലോവർ ഹൈ ആണ്. ഇത് ആക്കുമോ? നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഇനി ഇതേപോലെ ഇത് മുകളിലേക്ക് പോയി ഇവിടുന്ന് വന്ന് ഇവിടെ വീണ്ടും ഒരു ട്രേഡിംഗ് റേഞ്ച് ആക്കാനുള്ള ചാൻസും ഉണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റേഞ്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ഉണ്ടാവണം, ആ ട്രെൻഡ് കഴിഞ്ഞാൽ ഒരു റേഞ്ച് മസ്റ്റാണ്, അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യാം. നമ്മളുടെ എഫിഷ്യൻസി കിടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ വെരി ഫസ്റ്റ് ഈ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിലാണ് നമ്പർ 1. നമ്പർ 2, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ട്രെൻഡ് ലൈൻ. ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം, ട്രെൻഡ് ലൈൻ. അതായത് ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനാണ്. ബട്ട് ഇതിനെ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും യൂസ് ചെയ്യുന്നത് വളരെ ഒരു റോങ് പേഴ്സ്പെക്റ്റീവിലാണ്. നമ്മൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇവിടുന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റ് ഒരു ഹയർ ലോ ഉണ്ടാക്കി, മാർക്കറ്റ് ഇവിടെ വീണ്ടും ഒരു ഹയർ ലോ ഉണ്ടാക്കി, ഇവിടെ വീണ്ടും ഒരു ഹയർ ലോ ഉണ്ടാക്കി. സോ ഇവിടെ മാർക്കറ്റ് എത്തുമ്പോൾ നമുക്കിത് ഇവിടെ ഇത് ടച്ച് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇങ്ങോട്ട് വെച്ച് നോക്കും, ഈ ഹൈ ഇതുമായിട്ട് മാച്ച്, ഈ ലോസ് ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഇത് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
ആ ട്രെൻഡ് ഇൻടാക്റ്റ് ആണോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിനാണ് നമ്മൾ ട്രെൻഡ് ലൈൻ ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ എത്തുമ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്കായി. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാലും അത് ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എടുക്കണം എന്നാണോ? നോ, നമുക്ക് വേറെ പല കാര്യങ്ങളും നോക്കി നമുക്ക് കൺഫ്ലുവൻസ് എടുക്കാനുണ്ട്. ബട്ട് നമ്മളവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ആ ട്രെൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീപ്നെസ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോ മോർ. ആ സ്റ്റീപ്നെസ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നമ്പർ 1. നമ്പർ 2 എന്താ, ഈ ഒരു ലോ ഇവിടെ വീണ്ടും ഒരു ലോ, ഈ ലോയ്ക്ക് കറക്റ്റ് ഇവിടുന്ന് ഇതൊരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. അന്നേരം നമ്മളുടെ ഒരു നോർമലായിട്ട് പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഇവിടെ സെല്ല് ചെയ്യും. നോ, സെല്ല് ചെയ്യുകയല്ല, അതല്ല അവിടുത്തെ മെയിൻ കാര്യം. നമുക്ക് അന്നേരം അവിടെ മനസ്സിലാക്കാൻ പറ്റണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു ട്രെൻഡ് വീക്കനായി. അന്നേരം നമ്മളെവിടെ ഇത് വേറെന്ത് കാര്യം ഇവിടെ ആഡ് ചെയ്യുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹൗ ടു റീഡ് മാർക്കറ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ള കാര്യം, നേരത്തെ പഴയ വീഡിയോസിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അന്നേരം നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി, അതിൻ്റെ കൂടെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താ, യെസ്, ഈ ട്രെൻഡിൻ്റെ മൂവ്മെൻറ്റിൽ ചെറിയ കുഴപ്പമുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് ബ്രേക്ക് ചെയ്തു, കറക്റ്റാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് ഈ ലോ ഇപ്പോഴും ഈ ലോയുടെ ലെവൽ തന്നെയാണ് ഉള്ളത്. ആസ് ഓഫ് നൗ ട്രെൻഡ് ഇൻടാക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ഈ ട്രെൻഡ് ലൈനെ നമുക്കൊന്നുകൂടി മോഡിഫൈ ചെയ്ത് നോക്കാം. കാരണം ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള ലോ തന്നെയാണ്, റൈറ്റ്? ഇത് ലോവർ ലോ അല്ല, ഇത് സെയിം ലോ ആണ്. അപ്പോൾ അത് വാലിഡാണ്. സോ നമ്മളിവിടെ ഒന്നുകൂടി അത് മോഡിഫൈ ചെയ്ത് നോക്കുമ്പോൾ അതും വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം, ഹയർ ലോ ഉണ്ടാക്കിയിരുന്ന സാധനം സെയിം ലോ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ ട്രെൻഡ് ലൈൻ കൂടെ ബ്രേക്ക് ചെയ്തു. ഒരിക്കലും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ആദ്യം നമുക്കൊരു സിഗ്നൽ തന്നെയാണ്. വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ട്രെൻഡിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇറ്റ് ഡസൻ മീൻ ഇത് ഇമ്മീഡിയറ്റ്ലി താഴേക്ക് വരുന്നത്, അങ്ങനെയല്ല. ബട്ട് ട്രെൻഡ് ഈസ് ഗെറ്റിംഗ് സ്ലോവർ. അവിടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളെടുത്ത ട്രേഡ്സ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുള്ള, കാരണം ഈ മാർക്കറ്റിനെ കുറിച്ചുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇത് എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പല ആൾക്കാരും ഇതുപോലെയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 0 ആണ്. എല്ലാ കാര്യം അറിയാം. ഇപ്പോൾ നമ്മൾ ഹയർ ലോ ഡോ തിയറി എന്താണ്, ഇതിനെ നമ്മൾ ഡോ തിയറി എന്നാണ് പറയുക, ഹയർ ലോ എന്ന് പറയുന്ന സംഭവത്തിന്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇമ്മീഡിയറ്റ്ലി പറയാൻ പറ്റും. സപ്പോർട്ട് റെസിസ്റ്റൻസ് അതെനിക്കറിയാം, പറയാൻ പറ്റും. ബട്ട് പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു കോർ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം എത്തുമ്പോൾ ആൾക്കാർ ഇത് മറക്കും. അന്നേരം അവിടെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി, പിവോട്ട് പോയിൻറ്റിൻ്റെ R1 ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രം നമ്മളുടെ ചിന്ത കൊണ്ടോ, അതും ലോവർ ടൈം ഫ്രെയിമിൽ. ടെക്നിക്കൽ അനാലിസിസ് ഫ്രാക്റ്റലാണ്. ഫ്രാക്റ്റൽ എന്ന് വെച്ചാൽ എല്ലാ ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യും. ബട്ട് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് വിപ്സോസ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും, ഫാൾസ് സിഗ്നൽസ് കൂടുതലായിരിക്കും. സോ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിൽ പോയിട്ട്, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പോവുകയാണ്, ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോവുകയാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തിട്ട് എന്താണ് സംഭവിച്ചത്? നത്തിങ്, റൈറ്റ്? ഇവിടെയാണ് കാരണം ഒരു ട്രെൻഡ് ലൈൻ ജസ്റ്റ് ബ്രേക്ക് ആവുന്നതുകൊണ്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ട്രെൻഡ് സസ്റ്റൈനബിൾ ആണോ, ഇത് 3 മിനിറ്റിലെ ട്രെൻഡ് ആക്ച്വലി ഡെയിലിയിലുള്ള ട്രെൻഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഡെയിലിയിൽ ആക്ച്വലി അപ് ട്രെൻഡ് തന്നെയാണോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണോ, ഈവൺ അപ് ട്രെൻഡ് ആണെങ്കിൽ പോലും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആസ് എ ട്രേഡർ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ട്രെൻഡ് ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ട്രെൻഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം, ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ട്രെൻഡ് ലൈൻസ് മാക്സിമം ഡ്രോ ചെയ്ത് നോക്കുക. ട്രെൻഡ് ലൈൻസ് ഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇത് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ലേറ്റസ്റ്റ് സ്വിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സപ്പോസ് നമ്മൾ ഇങ്ങനെ വരച്ചു, ആദ്യം ഇങ്ങനെ വരച്ചതിന് ശേഷം മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തു, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഹയർ ലോ. അപ്പോൾ നമ്മളിത് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്, ബട്ട് സ്റ്റിൽ ഇത് ബ്രേക്ക് ചെയ്തു, ബട്ട് ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും ഇത് സ്റ്റിൽ ഹയർ ലോ ആണ്. സോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നമ്മൾ കുറച്ച് മിസ്സാക്കിയിട്ടുണ്ട്, ഇവിടെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുക. കാരണം നമ്മളെ സംബന്ധിച്ച് ട്രെൻഡ് ലൈൻ വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടേ, ഒരു എക്സാക്ട്ലി ഒരു റിജിഡ് റൂൾ വെച്ച് ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളൂ, അങ്ങനെയല്ല. നമ്മളിവിടെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ലൈനിനെ കൊണ്ട് നമ്മൾ ആകെ നോക്കുന്ന ഒരു കാര്യം ട്രെൻഡ് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, അതായത് കറണ്ട് സമയത്ത് ട്രെൻഡ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യം മാത്രമാണ്. ഡെഫിനറ്റ്ലി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സമയത്തും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ട്രെൻഡ് ലൈൻ ഇപ്പോൾ പല ആൾക്കാരുടെയും സംശയം, അത് വിക്കിൽ മുട്ടിയാൽ മതിയോ അല്ലെങ്കിൽ ബോഡിയിൽ മുട്ടണോ?
വിക്കിൽ മുട്ടോ ബോഡിയിൽ മുട്ടോ എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുന്നതിന് പകരം കുറച്ച് ഇങ്ങനെ വരച്ചാൽ പോലും കുഴപ്പമൊന്നുമില്ല. എവിടെ മുട്ടാതെ വരച്ചാൽ പോലും കുഴപ്പമില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആ ട്രെൻഡ് ഇപ്പോഴും ഇൻടാക്റ്റ് ആണോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഇത് കുറച്ച് ദൂരം വരച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് യെസ് ഇത് ഇൻടാക്റ്റ് ആണ്, ദെൻ ഇറ്റ്സ് ഫൈൻ. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം ട്രെൻഡ് ലൈനിനെ കുറിച്ച്. ഇനി നമ്മൾ നോക്കുന്നത് ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിന് നമ്മൾ നേരത്തെ പറഞ്ഞു പർട്ടിക്കുലർലി പ്രത്യേകതകൾ എന്താണ്? ലോവർ ഹൈ, ലോവർ ലോസ്, ലോവർ ഹൈ, ലോവർ ലോസ്, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ പറ്റും, ഇത് വീക്കായി വരുന്നു, സെയിം ഹൈ ഉണ്ടാക്കുന്നു, ഓൾമോസ്റ്റ് സെയിം ലോ ഉണ്ടാക്കുന്നു. സോ മാർക്കറ്റ് ഒരു റേഞ്ചിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് നോർമലി സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ എടുക്കുന്നു. ട്രെൻഡ് ലൈൻ ആദ്യം നമ്മൾ എങ്ങനെ വരച്ചു? ഈ ലെവലിലെത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. അന്നേരം ഇത് ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താ? ട്രെൻഡ് ഇൻടാക്റ്റ് ആണോ? ട്രെൻഡ് ഇൻടാക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഈ ലൈൻ വെച്ചിട്ടാണോ? അല്ല, ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ വെച്ചിട്ടാണ്. അതിനെ കുറച്ചുകൂടി ഒരു വിഷ്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ്ലി ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ട്രെൻഡ് ചേഞ്ച് ചെയ്തു ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ മുകളിൽ ഇപ്പോഴും പോയിട്ടില്ല മാർക്കറ്റ്, റൈറ്റ്. സോ ഇങ്ങനെ വരയ്ക്കുക. ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഇത് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ സിഗ്നൽ ഉണ്ട് ബ്രേക്ക് ചെയ്യാൻ പോകാമെന്നുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു ലെവൽ എത്ര താഴേക്കാണ്. അത് ഇത് ഓൾമോസ്റ്റ് സെയിം ലെവലിലേക്കാണ് ഈ ഒരു ലോവർ ലോ എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം വരുന്നത്. അത് ഓൾമോസ്റ്റ് സെയിം ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും അടുത്ത എന്താ? നമ്മൾ ഈ ഒരു സംഭവത്തിലാണെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും നമ്മളുടെ റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ടാവുക? ഇതാണ് ഫസ്റ്റ് കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൽ നിങ്ങൾ ഓൾറെഡി എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ലെവൽ വരെ നമുക്കിനി ഇവിടെ ഒരു ട്രാവൽ ബാക്കിയുണ്ട് ഈ മാർക്കറ്റിൻ്റെ. അപ്പോൾ ഡൗൺ ട്രെൻഡ് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി. എല്ലാ ഹൈസും യൂസ് ചെയ്താണ് ഡൗൺ ട്രെൻഡിൽ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. എല്ലാ ലോസും യൂസ് ചെയ്താണ് അപ്പ് ട്രെൻഡിൽ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കുക. ഇതിപ്പോൾ വളരെ പെർഫെക്റ്റ് ആണ്. അതെല്ലാ സമയത്തും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അതേസമയത്ത് നിങ്ങളിപ്പോൾ ഇവിടെയാണ് വരച്ചിരുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ ട്രെൻഡ് ലൈൻ വരച്ചിരുന്നത് എങ്കിൽ മാർക്കറ്റ് ഇത് കുറച്ചുകൂടി സ്റ്റീപ്പ് ആവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ മാറ്റി വരയ്ക്കേണ്ടി വരും. അപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെയാണ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കും. അതിനുശേഷം നമുക്ക് മനസ്സിലാവും ട്രെൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആയി. അപ്പോൾ നമുക്ക് പഴയത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ദാറ്റ്സ് അപ്പ് ടു യു. അതിനുശേഷം ഇതിപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ മുകളിലേക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ഇത് മാറ്റി ഇങ്ങനെ വരച്ചു എന്ന് വരും. ബട്ട് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും അതല്ല താഴേക്ക് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് വയലേറ്റിംഗ്. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, വൺ ഓപ്ഷൻ. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കാം. ഇവിടുത്തെ നമ്മളുടെ ആകെയുള്ള നമ്മളുടെ പ്ലാൻ എന്താ? വി നീഡ് ടു ഐഡൻറ്റിഫൈ മാർക്കറ്റ് ട്രെൻഡിങ്ങിലാണോ അല്ലയോ എന്നുള്ള കാര്യം മാത്രം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു ട്രെൻഡിലാണ്. ബട്ട് ഈ ട്രെൻഡ് നേരത്തെ നമ്മൾ കണ്ട ട്രെൻഡ് നമ്മൾ വ്യത്യാസം എന്താ? ഈ ട്രെൻഡിൻ്റെ സ്റ്റീപ്നെസ് കുറവാണ്. ഇത് വളരെ സ്മൂത്ത് ട്രെൻഡാണ്. ചില ട്രെൻഡ്സ് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ സ്റ്റീപ്നെസ് കൂടുന്തോറും അതൊരു പാരാബോളിക് മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസും റീട്രേസ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഇത് നോർമലി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ട്രെൻഡാണ്. അതുപോലെ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇതൊക്കെ വളരെ സ്റ്റീപ്പാണ്. അതിനുശേഷം മാർക്കറ്റ് സ്മൂത്ത് ട്രെൻഡ് ഇവിടുന്ന് തുടങ്ങി ഈ ഒരു രീതിയിൽ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. ഓക്കെ, ഇതായിരിക്കണം നമ്മൾ ട്രെൻഡ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ മറക്കാതിരിക്കുക. ലോ, അതായത് ഡൗൺ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഹൈസ് ടച്ച് ചെയ്ത് വരയ്ക്കുക. ഒരു മിനിമം ഒരു 3 ഹൈസെങ്കിലും ടച്ച് ചെയ്യാൻ, ദാറ്റ്സ് ഓക്കെ. ബട്ട് അത് മോർ യു പ്രാക്ടീസ്, നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വരച്ചു, അതിനുശേഷം ഇത് ഇവിടെ എപ്പോഴും എത്തുകയെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യല്ല വേണ്ട. അതിനുശേഷം ഒരു പുതിയ ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ മാറ്റാനുള്ള ഒരു ലോജിക് അല്ലെങ്കിൽ ആ ഒരു യുക്തി നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല, അവിടെ എന്താണ് നെക്സ്റ്റ് എന്ന് നമുക്ക് ആലോചിക്കുക. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതിൻ്റെ കൺഫ്ലുവൻസ്, പിന്നെ നമ്മളിനി കമ്മിങ് വീഡിയോസിൽ പറയാൻ പോകുന്ന ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് മേ ബി ദിസ് ഈസ് എ ഗുഡ് ട്രേഡ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ട്രേഡിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.